നമസ്കാരം. 13 സംസ്ഥാനങ്ങൾ, 89 ലോക്സഭാ സീറ്റുകൾ. ഈ വരുന്ന 26-ാം തീയതി കേരളം ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് മുന്നോടിയായി തന്നെ 2019 കണക്കുകളേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അതിനുവേണ്ടി BJP അവരുടെ പ്രചരണ പരിപാടികൾ വളരെയധികം ശക്തിപ്പെടുത്തിയിരുന്നു. എന്തായാലും അവരുടെ മുഖ്യ പ്രചാരകനും ക്രൗഡ് പുള്ളറുമായ നരേന്ദ്രമോദി തന്നെയാണ് BJP എന്ന പാർട്ടിയുടെ വജ്രായുധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ റോഡ് ഷോകളിലും റാലികളിലുമൊക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വങ്ങൾ ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്യുന്ന മറ്റ് ചില നേതാക്കളുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. രണ്ടാമതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഈ രണ്ടു പേരെ സംസ്ഥാന നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഇരുവരുടെയും വാക്ചാതുരി അത് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും, അല്ലെങ്കിൽ വിഷയങ്ങൾ ചൂടോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അവരുടെ പ്രത്യേകമായ ശൈലിയൊക്കെ പലപ്പോഴും ആൾക്കൂട്ടത്തെ ആകർഷിക്കാറുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സംസ്ഥാന നേതൃത്വങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും വേണ്ടിയുള്ള ഒരു പിടിവലി തുടങ്ങുന്നത്. എന്തായാലും ഇവരുടെ റാലികളിലാണ് ഏറ്റവും അധികം ആളുകൾ വരാറുള്ളത് എന്ന ഒരു സത്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പ്രധാനമന്ത്രി 36 റാലികളെയും അതിനോടൊപ്പം തന്നെ 7 റോഡ് ഷോകളെയും അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം കുറഞ്ഞത് 2 സമ്മേളനത്തിലെങ്കിലും സംസാരിക്കാറുണ്ട്. അമിത്ഷാ ആവട്ടെ ഇതുവരെ 11 റോഡ് ഷോകളും 25 പൊതുയോഗങ്ങളും 10 സംഘടനാ യോഗങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവട്ടെ 40-ലധികം റാലികളിലും പൊതുയോഗങ്ങളിലും ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ കലാശക്കൊട്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 13 സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഈ നേതാക്കൾ സംസാരിക്കുന്നുമുണ്ട്. നിലവിൽ എന്തായാലും BJP കണക്കുകൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ഒരു ആവശ്യം BJPക്ക് മുന്നിലുണ്ട്. കാരണം എങ്കിൽ മാത്രമേ അവർ സ്വപ്നം കാണുന്ന 400 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.